സോ ഗൈസ്, നാളെ നമ്മുടെ S8 EC സ്റ്റുഡൻസിന് 2019 സ്കീമിലെ EC സ്റ്റുഡൻസിന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് അല്ലേ. സോ പല സ്റ്റുഡൻസും നല്ല ടെൻഷനിലാണ്. കാരണം ഇവന്തോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു എലക്ടീവ് പേപ്പർ ആണെങ്കിൽ പോലും സംഭവം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പോലും ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. സോ ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് പലർക്കും അറിയില്ല അല്ലേ, കാരണം സിലബസ് അത്രക്കും ബ്രോഡാണ്. സോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഓൾമോസ്റ്റ് ചോദിക്കേണ്ടതാണ്, എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, സോ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സാറ്റലൈറ്റ് സബ് സിസ്റ്റം. സോ ഈ സാറ്റലൈറ്റ് സബ് സിസ്റ്റത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചേക്കാം എക്സ്പ്ലെയിൻ സാറ്റലൈറ്റ് സബ് സിസ്റ്റം എന്ന്, അതും essay പാർട്ടിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സാം പേപ്പറിൽ ധൈര്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, സോ അധികം വൈകുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ടേക്ക് കടക്കാം. സോ ആദ്യം തന്നെ എന്താണ് സാറ്റലൈറ്റ് സബ് സിസ്റ്റം, എന്തായിരിക്കും സാറ്റലൈറ്റ് സബ് സിസ്റ്റം? ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിംഗിൾ ഡിവൈസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ കമ്പോണന്റ് ആയിരിക്കില്ല. ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്മോളർ കമ്പോണൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സ്മോളർ കമ്പോണന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് ഫംഗ്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ സ്മോളർ കമ്പോണൻസിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് സബ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് സാറ്റലൈറ്റ് സബ് സിസ്റ്റം. അപ്പൊ എന്താണ് സാറ്റലൈറ്റ് സബ് സിസ്റ്റം? സാറ്റലൈറ്റ് സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് സ്മോളർ കമ്പോണൻസ് കൊണ്ടാണ്. ഈ സ്മോളർ കമ്പോണൻസിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് സബ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സാറ്റലൈറ്റ് സബ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ട് ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ് സബ് സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ രണ്ട് ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ് സബ് സിസ്റ്റംസ്? നമ്പർ 1 പേലോഡ് സബ് സിസ്റ്റം ആൻഡ് നമ്പർ 2 ബസ് സബ് സിസ്റ്റം. ഓക്കെ, സോ സാറ്റലൈറ്റ് സബ് സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് ടൈപ്സ് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം, പ്രത്യേകിച്ച് essay ഒക്കെ ആയിട്ട് ചോദിച്ചാൽ. ഓക്കെ, സോ ആദ്യം നമുക്ക് ആദ്യത്തെ ടൈപ്പായ പേലോഡ് സബ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, എന്നിട്ട് ബസ് സബ് സിസ്റ്റത്തെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഗൈസ്, എന്താണ് പേലോഡ് സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? തീരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സാറ്റലൈറ്റിന്റെ എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ പേലോഡ് സബ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സാറ്റലൈറ്റിന്റെ ഓവറോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഈ പേലോഡ് സബ് സിസ്റ്റത്തിൽ വെച്ചാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് പേലോഡ് സബ് സിസ്റ്റം. ഇനി എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഒക്കോർ ചെയ്യുന്നത്? എങ്ങനെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു എർത്ത് സ്റ്റേഷനിൽ നിന്നുമാണ് അല്ലേ. സോ ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷനിൽ നിന്നും വരുന്ന സിഗ്നൽ നേരെ സാറ്റലൈറ്റിലെ പേലോഡ് സബ് സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ഈ പേലോഡ് സബ് സിസ്റ്റത്തിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ കമ്പോണൻസ്? ഒരു റിസീവിംഗ് ആന്റിന ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ലോ നോയിസ് ആംപ്ലിഫയർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഫ്രീക്വൻസി കൺവേർഷൻ പാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഹൈ പവർ ആംപ്ലിഫയർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും ഉണ്ടായിരിക്കും. ഈ 5 കമ്പോണൻസ് അടങ്ങിയതാണ് പേലോഡ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷനിൽ നിന്നും വരുന്ന സിഗ്നല് നമ്മുടെ സാറ്റലൈറ്റിലെ പേലോഡ് സബ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ പാർട്ടായ റിസീവിംഗ് ആന്റിനയിലോട്ടേക്ക് എത്തുന്നു. ശേഷം റിസീവിംഗ് ആന്റിന ഈ ഒരു സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. അതാണല്ലോ അതിന്റെ ഫംഗ്ഷൻ അല്ലേ. ശേഷം നമ്മുടെ അടുത്ത പാർട്ട് ലോ നോയിസ് ആംപ്ലിഫയർ ആണ്. സോ നിങ്ങൾക്കറിയാം, ഈ ഒരു സിഗ്നല് ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷനിൽ നിന്നുമാണ് സാറ്റലൈറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നല്ല ദൂരം സഞ്ചരിച്ചാണ് സിഗ്നൽ സാറ്റലൈറ്റ് വരെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അറൌണ്ട് 36,000 കിലോമീറ്റേഴ്സ് ആണ് എർത്തും സാറ്റലൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായും ഈ ഒരു സിഗ്നൽ എർത്തിൽ നിന്നും സാറ്റലൈറ്റിലേക്ക് ഇത്ര ദൂരം സഞ്ചരിച്ച് എത്തുമ്പോൾ അത് വീക്കർ ആവുന്നു അല്ലേ. സോ ഈ ഒരു വീക്കറായ സിഗ്നലിന് ഒരു ഇനീഷ്യൽ ആംപ്ലിഫിക്കേഷൻ ആവശ്യമാണ്. സോ ആ ഒരു ഇനീഷ്യൽ ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മുടെ ലോ നോയിസ് ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വീക്കറായ ഈ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ലോ നോയിസ് ആംപ്ലിഫയർ സ്ട്രോങ്ങർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതും നോയിസ് ഒന്നും കൂടാതെ തന്നെ. അതാണ് ലോ നോയിസ് ആംപ്ലിഫയർ ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫ്രീക്വൻസി കൺവേർഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. സോ ലോ നോയിസ് ആംപ്ലിഫയർ ഈ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് സ്ട്രോങ്ങർ ആക്കിയതിനു ശേഷം ഈ ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, പേലോഡ് സബ് സിസ്റ്റത്തിൽ വെച്ചിട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യുന്നത്? കാരണം നമ്മൾ സെയിം ഫ്രീക്വൻസീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇന്റർഫറൻസ് ഒക്കോർ ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇന്റർഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ തന്നെ അത് വളരെ മോശമായിട്ട് ബാധിക്കുന്നു. സോ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്രീക്വൻസി
കൺവേർഷൻ പ്രോസസ്സ് പേലോഡ് സബ് സിസ്റ്റത്തിൽ വെച്ച് നടത്തുന്നത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി കൺവേർഷൻ പ്രോസസ്സിന് ശേഷം നെക്സ്റ്റ് ഒരു ഹൈ പവർ ആംപ്ലിഫയർ ആണ് ഇവിടെ ഉള്ളത്. ഈ ഹൈ പവർ ആംപ്ലിഫയർ വെച്ചിട്ട് ഒരു സെക്കൻഡ് സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ കൂടി നമ്മുടെ ഈ സിഗ്നലിന് പ്രൊവൈഡ് ചെയ്യുന്നു. സോ സിഗ്നൽ ഒന്നുകൂടി സ്ട്രോങ്ങർ ആവുന്നു, അതിന്റെ പവർ ഒന്നുകൂടി ബൂസ്റ്റഡ് ആവുന്നു. ഓക്കെ, സോ സിഗ്നൽ ഒന്നുകൂടി സ്ട്രോങ്ങർ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് കൂടി ഹൈ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ടായിരിക്കും. ഈ ട്രാൻസ്മിറ്റിംഗ് ആന്റിന എന്താണ് ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ പവർ ആംപ്ലിഫൈഡ് ആയ സിഗ്നലിനെ നേരെ തിരികെ നമ്മുടെ എർത്ത് സ്റ്റേഷനിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു, സെൻഡ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ പേലോഡ് സബ് സിസ്റ്റം. സോ പേലോഡ് സബ് സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാണ് ഇതിലെ ഡിഫറെന്റ് സ്റ്റേജസ്? ആദ്യം തന്നെ റിസീവിംഗ് ആന്റിന അല്ലെ, സിഗ്നൽ റിസീവിംഗ് ആന്റിന ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നൽ റിസീവിംഗ് ആന്റിന റിസീവ് ചെയ്യുന്നു. ശേഷം ലോ നോയ്സ് ആംപ്ലിഫയർ വീക്കർ ആയിരിക്കുന്ന ഈ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ശേഷം ഫ്രീക്വൻസി കൺവേർഷൻ പ്രോസസ്സ് നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം ഒരു ഹൈ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സിഗ്നലിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് സ്ട്രോങ്ങർ ആക്കുന്നു. ശേഷം ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഈ ഒരു സിഗ്നലിനെ തിരികെ എർത്ത് സ്റ്റേഷനിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു. ഇത്രേ ഉള്ളൂ പേലോഡ് സബ് സിസ്റ്റം. ഓക്കെ, മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ബസ് സബ് സിസ്റ്റത്തിലോട്ടേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബസ് സബ് സിസ്റ്റം. ഓക്കെ, സോ വാട്ട് ഈസ് ബസ് സബ് സിസ്റ്റം? എന്താണ് ബസ് സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സോ ഗൈസ്, ബസ് സബ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റിനെ അലൈവായും സ്റ്റേബിളായും ഫങ്ഷണലായും കീപ്പ് ചെയ്യുന്ന സാറ്റലൈറ്റിന്റെ പാർട്ടാണ്. ഓക്കെ, സോ ഒരു സാറ്റലൈറ്റിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ടായ പേലോഡ് സബ് സിസ്റ്റത്തിന്റെ കൂടെ ബസ് സബ് സിസ്റ്റം കൂടി ആവശ്യമാണ്. ഓക്കെ, കാരണം സാറ്റലൈറ്റ് ആക്റ്റീവായിട്ടും അലൈവായിട്ടും സ്പേസിൽ നിൽക്കേണ്ടടാ. സോ അതിന് ബസ് സബ് സിസ്റ്റം കൂടിയേ തീരൂ. ഓക്കെ, ഇനി ഈ ബസ് സിസ്റ്റത്തിന് 6 പാർട്സ് ഉണ്ട്. ഓക്കെ, സോ ഈ 6 പാർട്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഓരോ പാർട്ടിന്റെ ഫംഗ്ഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ സാറ്റലൈറ്റ് സബ് സിസ്റ്റം പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, സോ ഈ 6 പാർട്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബസ് സബ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പവർ സപ്ലൈ സബ് സിസ്റ്റം ആണ്. ഓക്കെ, ഏതാണ്? പവർ സപ്ലൈ സബ് സിസ്റ്റം. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ആൻഡ് ഓർബിറ്റ് സബ് സിസ്റ്റം, AOCS എന്ന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയും. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ സബ് സിസ്റ്റം. ഓക്കെ, പ്രൊപ്പൽഷൻ സബ് സിസ്റ്റം. ഇനി നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് തെർമൽ കൺട്രോൾ സബ് സിസ്റ്റം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ്, ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ TT&C എന്ന് പറയും. ഇനി ആറാമത്തെ പാർട്ട് സ്ട്രക്ചർ സബ് സിസ്റ്റം. ഈ 6 പാർട്സ് ചേർന്നതാണ് ബസ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 6 പാർട്സിന്റെയും ഫംഗ്ഷൻ പഠിച്ചിരിക്കണം. ഇതിൽ ഓരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യത്തേത് ഏതാണടാ? പവർ സപ്ലൈ സബ് സിസ്റ്റം അല്ലെ. എന്താണ് പവർ സപ്ലൈ സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഒരു സാറ്റലൈറ്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടാണ് പവർ സപ്ലൈ സബ് സിസ്റ്റം. ഓക്കെ, സോ പവർ 2 രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സോളാർ പാനൽസ് വഴി, 2 ബാറ്ററീസ് വഴി. ഓക്കെ, സോ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ പവർ സപ്ലൈ സബ് സിസ്റ്റത്തെ കുറിച്ച്. ഓക്കെ, സോ പവർ സപ്ലൈ സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടാണ്. പവർ പ്രൊവൈഡ് ചെയ്യുന്നത് 2 മെത്തേഡ്സിലാണ്. ഒന്ന് സോളാർ പാനൽസ് വഴി, 2 ബാറ്ററീസ് വഴി. ഓക്കെ, സോ ഇതാണ് പവർ സപ്ലൈ സബ് സിസ്റ്റം. ഇനി രണ്ടാമത്തേത് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ആൻഡ് ഓർബിറ്റ് സബ് സിസ്റ്റം, AOCS. സോ എന്താണ് AOCS എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ, സ്പേസിൽ സാറ്റലൈറ്റിന്റെ പൊസിഷനും ഓറിയന്റേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് AOCSന്റെ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് നമുക്കറിയാം സാറ്റലൈറ്റിന്റെ ആന്റിന എപ്പോഴും എർത്തുമായിട്ട് കറക്റ്റ്ലി പോയിന്റഡ് ആയിരിക്കണം, കറക്റ്റ്ലി പൊസിഷൻ ചെയ്തിരിക്കണം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റില് സോളാർ പാനൽസ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സോളാർ പാനൽസ് കറക്റ്റ്ലി വർക്ക് ചെയ്യണമെങ്കിൽ അത് സണ്ണുമായിട്ട് കറക്റ്റ്ലി പൊസിഷൻ ചെയ്ത് വെക്കേണ്ടടാ. സോ അതും നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ സെൻസേഴ്സ് ഒക്കെ പ്രോപ്പർലി പ്ലേസ്ഡ് അല്ലേ, പൊസിഷൻഡ് അല്ലേ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം കറക്റ്റ്ലി ഒക്കോർ ചെയ്താൽ മാത്രമേ ഒരു സാറ്റലൈറ്റിന്റെ പൊസിഷനിങ് പെർഫെക്റ്റ് ആവുകയുള്ളൂ. സോ ഈ വക ഫംഗ്ഷൻസ് ആണ് ആര് ചെയ്യുന്നത്? നമ്മുടെ AOCS ചെയ്യുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട് AOCSന് സ്പെഷ്യൽ സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതാണ് AOCS. സോ AOCS സാറ്റലൈറ്റിന്റെ പൊസിഷനിങ്ങും ഓറിയന്റേഷനും ഒക്കെ കൃത്യമായി കൺട്രോൾ ചെയ്താൽ മാത്രമേ ആ ഒരു കറസ്പോണ്ടിങ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്
ഇഫക്റ്റീവായിട്ട് ഒക്കോഡ് ചെയ്യുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് AOCS എന്ന് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. നെക്സ്റ്റ് പാർട്ടാണ് പ്രൊപ്പൽഷൻ സബ് സിസ്റ്റം. സോ എന്താണ് ഈ പ്രൊപ്പൽഷൻ സബ് സിസ്റ്റം? തീരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സാറ്റലൈറ്റിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് പ്രൊപ്പൽഷൻ സബ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഒരു സാറ്റലൈറ്റിനെ കൃത്യമായിട്ട് മൂവ് ചെയ്യിക്കുക. ഓക്കെ, സോ സ്വാഭാവികമായും പ്രൊപ്പൽഷൻ സബ് സിസ്റ്റത്തിനകത്തായിരിക്കും നമ്മുടെ ത്രസ്റ്റേഴ്സും ഫ്യുവൽ ടാങ്ക്സും ഒക്കെ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ത്രസ്റ്റർ? തീരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സാറ്റലൈറ്റിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ ത്രസ്റ്റർ എന്ന് വിളിക്കുന്നത്. സോ ഈ ത്രസ്റ്ററിന് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ഫ്യുവൽ കൂടിയേ തീരൂ, അല്ലേ? സോ അതിനാണ് ഒരു ഫ്യുവൽ ടാങ്ക് കൂടി ഇവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെഹിക്കിൾസിന് മൂവ് ചെയ്യണമെങ്കിൽ അതിന് പെട്രോളും ഡീസലും ഒക്കെ ആവശ്യമല്ലേടാ? അതുപോലെ തന്നെ സോ ത്രസ്റ്ററിന് സാറ്റലൈറ്റുമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് എന്ത് വേണം? ഫ്യുവലിന്റെ സഹായം വേണം. സോ ഒരു ഫ്യുവൽ ടാങ്ക് കൂടി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊപ്പൽഷൻ സബ് സിസ്റ്റത്തിൽ ഓർത്തിരിക്കാനുള്ള പോയിന്റ്സ്. എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊപ്പൽഷൻ സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് സാറ്റലൈറ്റിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. രണ്ട്, പ്രൊപ്പൽഷൻ സബ് സിസ്റ്റത്തിലാണ് ത്രസ്റ്റേഴ്സും ഫ്യുവൽ ടാങ്ക്സും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രൊപ്പൽഷൻ സബ് സിസ്റ്റം. ഓക്കെ, സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഏതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്? തെർമൽ കൺട്രോൾ സബ് സിസ്റ്റം, അല്ലേ? സോ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് തെർമൽ കൺട്രോൾ സബ് സിസ്റ്റം എന്നുള്ളത്, അല്ലേ? അതായത് സാറ്റലൈറ്റിന്റെ ടെമ്പറേച്ചർ ലെവൽസിനെ കൺട്രോൾ ചെയ്യുക. അതാണ് തെർമൽ കൺട്രോൾ സബ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ സാറ്റലൈറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അങ്ങ് സ്പേസിലാണ്, അല്ലടാ? സോ സ്പേസിൽ എപ്പോഴും എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും. ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും, ചിലപ്പോൾ ഒരു മീഡിയം ലെവൽ ക്ലൈമറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിനോടെല്ലാം കിടപിടിച്ചാൽ മാത്രമേ സാറ്റലൈറ്റിന് സ്പേസിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? സോ ഈ ടെമ്പറേച്ചർ ലെവൽസിനൊക്കെ ഹാൻഡിൽ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് തെർമൽ കൺട്രോൾ സബ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് തെർമൽ കൺട്രോൾ സബ് സിസ്റ്റം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഏതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്? TT&C, ടെലിമെട്രി, ട്രാക്കിംഗ് ആൻഡ് കമാൻഡ്. സോ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എർത്ത് സ്റ്റേഷനിൽ നിന്നുമാണ്, ഭൂമിയിൽ നിന്നുമാണ്, അല്ലേ? സോ ഈ എർത്ത് സ്റ്റേഷനും അങ്ങ് സ്പേസിലുള്ള സാറ്റലൈറ്റും തമ്മിൽ എപ്പോഴും ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എർത്ത് സ്റ്റേഷനിലുള്ള എഞ്ചിനീയേഴ്സിൽ നമ്മുടെ സ്പേസിലുള്ള സാറ്റലൈറ്റിന്റെ സ്റ്റാറ്റസ് കൃത്യമായി ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ ഈ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഉണ്ടല്ലോ, ഈ എർത്ത് സ്റ്റേഷനും സാറ്റലൈറ്റും തമ്മിലുള്ള ലിങ്ക്, ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് TT&C സബ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇവിടെ TT&Cയിൽ വീണ്ടും 3 പാർട്സ് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാണ്? ടെലിമെട്രി, ട്രാക്കിംഗ് ആൻഡ് കമാൻഡ്, അല്ലെ? ഇതിൽ ആദ്യത്തേത് ടെലിമെട്രി ആണ്. എന്താണ് ഈ ടെലിമെട്രി എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാറ്റലൈറ്റിന്റെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിരിക്കുന്നത് ടെലിമെട്രിയിലാണ്. ഓക്കെ, ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സാറ്റലൈറ്റിന്റെ വോൾട്ടേജ് ലെവൽസ് എത്രയാണ്, സാറ്റലൈറ്റിന്റെ ടെമ്പറേച്ചർ ലെവൽസ് എത്രയാണ്, അതുപോലെ തന്നെ സാറ്റലൈറ്റിന്റെ ഫ്യുവൽ ടാങ്ക് ലെവൽസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊക്കെ ഹെൽത്ത് സ്റ്റാറ്റസിൽ പെടുന്നു. അങ്ങനെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള സാറ്റലൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും ടെലിമെട്രിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് വഴി കൃത്യമായി നമ്മുടെ എർത്ത് സ്റ്റേഷനിലുള്ള എഞ്ചിനീയേഴ്സ് മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ, സോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് അപ്പോൾ തന്നെ ഈ എഞ്ചിനീയേഴ്സിന് എർത്ത് സ്റ്റേഷനിൽ വെച്ച് എടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ടെലിമെട്രിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ട്രാക്കിംഗ് ആണ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ? സാറ്റലൈറ്റിന്റെ പൊസിഷൻ കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഓക്കെ, സാറ്റലൈറ്റിന്റെ പൊസിഷൻ എപ്പോഴും കൃത്യമായി ട്രാക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു കറസ്പോണ്ടിങ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇഫക്റ്റീവ് ആയിട്ട് സംഭവിക്കുകയുള്ളൂ. ഓക്കെ, സോ സാറ്റലൈറ്റിന്റെ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യപ്പെട്ടാൽ പോലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഒരു ഫെയിലിയർ ആയിട്ട് മാറും. സോ സാറ്റലൈറ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യപ്പെട്ടാൽ നമ്മുടെ എർത്ത് സ്റ്റേഷനിലുള്ള എഞ്ചിനീയേഴ്സ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. അതാണ് ട്രാക്കിംഗ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ സാറ്റലൈറ്റിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അറിഞ്ഞിരിക്കുക, അതിനനുസരിച്ച് ട്രാക്കിംഗ് പെർഫോം ചെയ്യുക. അത്രേ ഉള്ളൂ ട്രാക്കിങ്ങിൽ. ഓക്കെ, ഇനി മൂന്നാമത്തേത് എന്താടാ?
കമാൻഡ് ആണ്. അതായത് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, അതായത് സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഈ ടെലിമെട്രി ട്രാക്കിംഗ് പോലെയുള്ള പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് എർത്ത് സ്റ്റേഷനിലോട്ടേക്ക് എത്തിക്കുക, അതാണ് കമാൻഡ്. ഓക്കെ, സോ കമാൻഡ് സെക്ഷൻ അതാണ് ചെയ്യുന്നത്. സോ ഈ കമാൻഡ്സ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ എർത്ത് സ്റ്റേഷനിലുള്ള എഞ്ചിനീയേഴ്സിന് വേണ്ട ആക്ഷൻസ് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ അതിലൂടെ ഒരു ഇഫക്റ്റീവ് ആയിട്ട് ഉള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ്, TT and C. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ അവസാനത്തെ പാർട്ടാണ് സ്ട്രക്ചർ സബ്സിസ്റ്റം. അതും ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താണ് സ്ട്രക്ചർ സബ്സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു സാറ്റലൈറ്റിന്റെ എൻറ്റയർ ഫിസിക്കൽ പാർട്ടാണ് സ്ട്രക്ചർ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോ ഒരു സാറ്റലൈറ്റിനെ എല്ലാ ഒബ്സ്റ്റക്കിൾസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചർ സബ്സിസ്റ്റം ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും വൈബ്രേഷൻസ് ഒക്കെ സാറ്റലൈറ്റിന് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? നമ്മുടെ സാറ്റലൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ആയിട്ട് നിർത്തുന്നു. ഓക്കെ, സോ എന്ത് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്യാനും അതിനൊക്കെ ഓവർകം ചെയ്യാനും സഹായിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ സബ്സിസ്റ്റം ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ബസ് സബ്സിസ്റ്റത്തിന്റെ 6 പാർട്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ ചിലപ്പോൾ ചോദിച്ചേക്കാം എക്സ്പ്ലെയിൻ സാറ്റലൈറ്റ് സബ്സിസ്റ്റം എന്ന്. ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സേ സെക്ഷൻ ആയിട്ട് ചോദിച്ചേക്കാം. സോ എസ്സേ സെക്ഷനിൽ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. ഇനി 3 മാർക്സിനാണ് ചോദിക്കുന്നത് എങ്കിൽ ജസ്റ്റ് എന്താണ് സാറ്റലൈറ്റ് സബ്സിസ്റ്റം എന്ന് പറയുക, അതിന്റെ 2 ടൈപ്സ് ആയ ബസ് സബ്സിസ്റ്റവും പേലോഡ് സബ്സിസ്റ്റവും പറയുക, അതിന്റെ സബ് ക്ലാസിഫിക്കേഷനും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടേക്കുക, അത്രയും മതി. എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ട് എസ്സേ പാർട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് സാറ്റലൈറ്റ് സബ്സിസ്റ്റം. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പലവട്ടം മുൻപ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് തന്നെ പഠിക്കുക. നാളെയാണ് നിങ്ങളുടെ എക്സാം. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നിങ്ങളുടെ മുൻപിലുള്ളൂ. ഓക്കെ, സോ സബ്ജക്റ്റ് വളരെ സിമ്പിൾ ആണ്, ബട്ട് ഒരേ ഒരു പ്രശ്നമേ ഈ സബ്ജക്റ്റിനുള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട്, സിലബസ് നല്ല ലെങ്തി ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പലപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷനുമാണ് അല്ലേ. സോ എൻ്റെ കുട്ടികൾ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട, നിങ്ങൾ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നാളെ നല്ലൊരു സ്കോർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Bye guys, and wish you all the best for your satellite communication university examination. Thank you.